ഒന്ന് ചോദിച്ചോട്ടെ, രാത്രിയിലൊന്ന് തങ്ങാൻ ഇവിടെ എവിടെങ്കിലും ഒരിടം കിട്ടുമോ? നിനക്കറിയാമോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം? ഇവിടെ കൈലാസ് റോഡിൽ ഒരു ലേഡീസ് ഹോസ്റ്റലുണ്ട്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയണം. ഇതേപോലൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ട് അവിടെ. ശ്രീലക്ഷ്മി ഹോസ്റ്റലിനാണ് അതിൻ്റെ പേര്. അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ മതി. ശരി, താങ്ക്സ്. ഹലോ, എങ്ങോട്ടാ? വന്നേ. എന്താ വേണ്ടത്? ഒന്നും വേണ്ട, ഞാൻ ഇത്ര നേരം ഇവിടെ ഇരുന്നോട്ടെ. കട അടയ്ക്കാൻ പോവാ, ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ പൊയ്ക്കോളാം. മാഡം, ദേ എന്തോ പന്തികേട് പോലെ തോന്നുന്നു. എന്താ കുട്ടി? എനിക്കിത്തിരി വെള്ളം തരുമോ? ഇത്തിരി വെള്ളം കൊടുക്കും. ശരി മാഡം. എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഒത്തിരി ദൂരെ യാത്ര ചെയ്ത് വരിക. എവിടെയാ വീട്? കുറച്ചങ്ങ് വടക്ക. വടക്കെന്ന് പറഞ്ഞാൽ? കോട്ടയത്തിനടുത്ത്. ഇവിടെ ആരെങ്കിലും ബന്ധുക്കളുണ്ടോ? ഇല്ല. ഈ രാത്രിയിൽ എങ്ങോട്ട് പോവും? മാഡം, എനിക്കിവിടെ ഒരു ജോലി തരുമോ? ജോലിയോ? ഇവിടെ ജോലിയൊന്നുമില്ല. കുട്ടി നേരെ ബസ് കയറി വീട്ടിൽ പൊയ്ക്കോളൂ. എനിക്ക് പേടിയാ മാഡം, ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പേടിയാ.
എന്താ നിന്റെ പേര്? ഗീത. അവിടെ ഇരിക്കെ. ഇറങ്ങിക്കോളൂ. വരൂ. നാളെ കുറച്ച് നേരത്തെ വരണം കേട്ടോ. വരൂ. സരോജം, അപ്സ്റ്റേറിലെ ബെഡ്റൂം ക്ലീൻ ചെയ്തിട്ടിരിക്കുകയല്ലേ? അതെ ചേച്ചി. ദാ ഈ കുട്ടിക്ക് ആ മുറി ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇത് ഗീത, എൻ്റെ ഒരു ബന്ധുവാ. ചെല്ല്, സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. ആഹാ, ഉറങ്ങിയില്ലേ? ഒന്ന് മയങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഇതുണ്ടായിരുന്നത് കൊണ്ട് ഉഷാർ. നേരം പോയതറിഞ്ഞില്ല. വായിക്കേണ്ട പുസ്തക ഗംഭീരം. കഥ മാത്രമല്ല, ഭാഷയും. നനച്ചിരിക്കാതെ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ ഷഡ്പദമായി മാറുന്നു. പരിഹാസം ഭയന്ന് മറ്റുള്ളവരുടെ ലോകത്തു നിന്ന് ഓടി ഒളിച്ച് ഇരുട്ടുമുറിയുടെ സ്വകാര്യതയിൽ അവൻ അഭയം തേടുന്നു. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ആട്ടി ഓടിക്കപ്പെടുന്നവൻ്റെ വേദന അതെത്ര ഭീകരമാണ് അല്ലേ ഇന്ദ്രേ? ഏകദേശം എൻ്റേതുപോലൊരവസ്ഥ അല്ലേ? മുരളി എന്താ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത്? സോറി, ഞാൻ ഓർത്തില്ല. സെൻറ്റിമെൻസിൻ്റെ ഔദാര്യം പറ്റി കരാറുകൾ ഓരോ ദിവസവും ഞാൻ ലംഘിക്കുകയാണ് അല്ലേ? നമുക്ക് മറ്റു വല്ലതും സംസാരിക്കാം. മുഷിഞ്ഞോ? തീരെയില്ല. ഉച്ചയ്ക്ക് മരുന്ന് കഴിച്ചല്ലോ. വിശക്കുന്നില്ലേ? ഏയ് ഇല്ല. ഇന്നെന്താ താൻ ഇത്ര വൈകിയത്? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ. സസ്പെൻസാ? ഹേയ് അല്ല. എന്നാ പറയൂ, കേൾക്കട്ടെ. എന്താ പേര് പറഞ്ഞത്? ഗീത. എന്താ ഗീത കുഞ്ഞു വന്നിട്ട് സാറിനെ കാണഞ്ഞത്? ഏത് സാറ്? ഇവിടുത്തെ സാറ്, ഇന്ദിരേച്ചിയുടെ ഭർത്താവ്. കുറെ വർഷമായിട്ട് സാറ് കിടപ്പല്ലയോ? ക്യാൻസർ ആന്നാ പറയുന്നേ. ചെയ്യാത്ത ചികിത്സ ഒന്നുമില്ല. എന്തുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ, ഓരോ വിധിയെ. കുഞ്ഞെ, ഈ ക്യാൻസർ വന്ന പിന്നെ രക്ഷപ്പെടില്ലേ? എന്തോ എനിക്കറിയില്ല. ഗീതക്കുഞ്ഞ് ആരുടെ ബന്ധുവാന്നാ പറഞ്ഞേ? ചേച്ചിയുടെയോ അതോ സാറിന്റെയോ? എനിക്കൊന്ന് കുളിക്കണം. ദോ അതാ ബാത്റൂം. സരോജം, പോയി ആ കുട്ടിയോട് വരാൻ പറയും. ദേ, ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും നിൽക്കണ്ട. ആദ്യം പ്രതിയെ കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. കണ്ടിട്ടൊരു പാവമാണെന്നാ എനിക്ക് തോന്നിയത്. പാവമായിട്ട് അഭിനയിക്കാൻ ആർക്കാ വയ്യാത്തത്?
വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കിറങ്ങി പുറപ്പെട്ടതാണെന്നല്ലേ പറയുന്നത്? ഗീത, ഇരിക്കേ. ഇരുന്നോളൂ. വേണ്ട മാഡം, ഞാൻ പിന്നെ കഴിച്ചോളാം. നോനോ, അത് പറ്റില്ല. കുട്ടി ഇന്ന് ഞങ്ങളുടെ ഗസ്റ്റാണ്. അതിഥി ദേവോ ഭവ, കേട്ടിട്ടില്ലേ? ഇരിക്ക്. ഗീതയുടെ വീട്ടിലാരൊക്കെയുണ്ട്? ആരുമില്ലേ? അമ്മാവനും അമ്മായിയും മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും മരിച്ചുപോയി. എത്ര വർഷമായി? എന്റെ കുഞ്ഞുനാളിൽ. അമ്മാവന്റെ കൂടെ വളർന്നത്? ഏതുവരെ പഠിച്ചു? BSc വരെ. പിന്നെന്തേ തുടർന്ന് പഠിച്ചില്ല? ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. അമ്മാവനുമായി പിണങ്ങിയാണോ കുട്ടി ഇപ്പൊ പുറപ്പെട്ടിരിക്കുന്നത്? അല്ല. പിന്നെ എന്താണ് ഈ ഒളിച്ചോട്ടത്തിന്റെ ഉദ്ദേശം? അമ്മാവൻ ഒത്തിരി ബന്ധപ്പാടില്ല. ഞാൻ അവർക്കൊരു ഭാരമാണ്. ധാരാളം കടങ്ങളുണ്ട്. വീട് പോലും പണയത്തില്ല. എപ്പോഴാ അവിടെ നിന്ന് ഇറക്കി വിടുകയെന്നറിയില്ല. എന്തായാലും ഒറ്റയ്ക്കിറങ്ങി പുറപ്പെട്ടത് ശരിയായില്ല. അമ്മാവൻ വിഷമിക്കില്ലേ? ഈ പട്ടണത്തിൽ ഒരു ജോലി ശരിയായിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞിട്ടാ ഞാൻ പുറപ്പെട്ടത്. എനിക്ക് അവളോട് ശരിക്കും സിമ്പതി തോന്നുന്നു. അവൾ ഒരുപാട് കഷ്ടങ്ങളിലൂടെ കടന്നു വന്നതാ. അവളെ നമുക്ക് സഹായിക്കണം. നമുക്കെന്താ ചെയ്യാൻ കഴിയുക? കടയിൽ നിർത്തിയ തുച്ഛമായ ശമ്പളമല്ലേ കൊടുക്കാൻ കഴിയൂ? കടയിൽ ഏതായാലും നിർത്തണ്ട. ഡിഗ്രി വരെ പഠിച്ചതല്ലേ. ആരോടെങ്കിലും പറഞ്ഞ് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാം. തൽക്കാലം അവൾ നമ്മുടെ കൂടെ നിൽക്കട്ടെ. അങ്ങനെ തന്നെ ഞാനും വിചാരിച്ചത്. താൻ അവളുടെ മുഖം ശ്രദ്ധിച്ചോ? അവളുടെ ഇടത് കണ്ണിന് താഴെ ഒരു ചെറിയ മറുകുണ്ട്. നീലമറുക്. ആ, നേരാ. എന്റെ സ്വപ്നകുമാരി. ഗീതക്കുഞ്ഞെ, ഗീതക്കുഞ്ഞെ,
എന്തു പറ്റി? കുഞ്ഞെന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അത് നുണ. മുഖം കണ്ടാൽ അറിയാലോ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ലെന്ന്. ചിലർക്ക് അങ്ങനെയാ കുഞ്ഞെ, വീട് മാറിക്കിടന്ന ഉറക്കം വരില്ല. ആ കുട്ടി ഉണർന്നു സരോജം? ഉറങ്ങിയിട്ട് വേണ്ടേ ചേച്ചി ഉണരാൻ? ചോദിച്ചിട്ട് അങ്ങനെയൊന്നും വിട്ടു പറയുന്നില്ല. എന്നാൽ എന്തോ പ്രശ്നമുണ്ട്, അതുറപ്പാ. നീ ചെന്നാ കുട്ടിയോട് ഞാൻ വിളിക്കുന്നെന്ന് പറ. ഓ. ഇന്നലെ ഇത് കണ്ടോ? നമ്മുടെ ശിവദാസനായ ഇത്തവണത്തെ സംസ്കൃതി അവാർഡ്. താൻ വായിച്ചതല്ലേ സ്വപ്നാടനം? അതിനാ അവാർഡ്. എന്താടോ ആലോചിക്കുന്നത്? ആ കുട്ടിയെക്കുറിച്ചാ. അല്ല, ചായയുമായി സരോജൻ ചെന്നപ്പോൾ അവൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് കണ്ടുവെന്ന്. പറഞ്ഞത് സരോജമല്ലേ, കാര്യമാക്കണ്ട. ഇതാ വരുന്നുണ്ട്. വിളിച്ചു എന്ന് പറഞ്ഞു. ആ, ചായയൊക്കെ കുടിച്ചോ? ഇരിക്ക്. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. ആ, ഫോർമാലിറ്റികളൊന്നും ഇവിടെ ഇല്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. ഇരിക്ക്. ആ, ഇനി പറ, എന്താ തന്നെ അലട്ടുന്നത്? കാലത്ത് സരോജം വന്ന് ഇന്ദിരയോട് പറഞ്ഞതാ താൻ ആകെ മൂഡ് ഔട്ടാണെന്ന്. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്? ഇന്നലെ ഉറങ്ങിയില്ലേ? എന്താ കുട്ടി? എന്ത് പറ്റി? ഒന്നുമില്ല മാഡം, ഞാൻ വെറുതെ ഓരോന്ന്. വീടിനെ കുറിച്ച് ഓർത്തു അല്ലേ മോളെ? നിന്റെ ഈ മുഖം കണ്ടാലറിയാം മനസ്സിൽ പറഞ്ഞതിലേറെ പറയാനുണ്ടെന്ന്. ചുരുങ്ങിയ പരിചയമേ ഉള്ളൂവെങ്കിലും എന്തോ അതിലേറെ അടുപ്പം തോന്നുന്നതുകൊണ്ട് ചോദിക്കുക, ശരിക്കും എന്താ നിന്റെ പ്രശ്നം? ഒരു ജോലി, സ്ഥിരമായ ഒരു വരുമാനം, അത് മാത്രമാ സാർ ഇപ്പൊ എന്നെ അലട്ടുന്നത്. കേൾക്കുമ്പോ നിസ്സാരമാണെന്ന് തോന്നും, എന്നാലും പറയാതെ വയ്യ. പണവും പിടിപാടും ഇല്ലാതെ, അഭിമാനം പണയം വെക്കാതെ ഒരു പെൺകുട്ടിക്ക് ഇക്കാലത്തൊരു ജോലി കിട്ടാന്ന് വെച്ച അനുഭവ. അപ്പോ ഗീത നേരത്തെ ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? ഉവ്വ, കിട്ടുകയും ചെയ്തു. എവിടെ? ഒരു ട്രാവൽ ഏജൻസിയിൽ. BScക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഹോബീസ് റീഡിങ്ങും ട്രാവലിങ്ങും. തൽക്കാലം നമുക്ക് റീഡിങ് അങ്ങ് മാറ്റിവെക്കാം. ട്രാവൽ ഏജൻസിയുമായി പൊരുത്തപ്പെടുന്നത് കൊണ്ട് ട്രാവലിംഗ് ആവാം. ഗീത നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സർ. പിന്നെ എല്ലാ ദിവസവും 10 മണി മുതൽ 5 മണി വരെ
ഓഫീസിൽ തന്നെ ഇരുന്നുള്ള ജോലി ആയിരിക്കില്ല ഇവിടുത്തേത്. ഉം. ചിലപ്പോ എയർപോർട്ടിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമേഴ്സിന് ടിക്കറ്റ് ഏൽപ്പിക്കാൻ ഹോട്ടൽസിൽ പോകേണ്ടി വരും. അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല സർ. ഗുഡ്. ജോലിയിൽ ഉത്തരവാദിത്വമുള്ളവർ ഇങ്ങനെ വേണം. ഇതിനു മുമ്പ് ജോലി ചെയ്യുന്ന പല പെൺകുട്ടികളും കാമുകന്മാരെ ഫോൺ വിളിച്ച് സംസാരിക്കാനുള്ള ഒരിടത്താവളമായിട്ടേ ഇവിടം കണ്ടിരുന്നുള്ളൂ, ഫ്രീ ഓഫ് കോസ്റ്റിൽ. ഗീതയ്ക്ക് അഫയേഴ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ആ, അല്ല, ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരുടെ പിൻഗാമി ആവരുത്. എനിവേ, ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സുരേഷിന്റെ പെരുമാറ്റം തികച്ചും മാന്യമായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനൊക്കെ എന്നെ വാതോരാതെ പുകഴ്ത്തുന്ന പ്രകൃതം. നേര് പറഞ്ഞ ഒരുപാട് സമാധാനം അനുഭവിച്ച ദിവസങ്ങളായിരുന്നു അത്. നല്ല ജോലി, സാലറി, സ്നേഹമുള്ള സഹപ്രവർത്തകർ. ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. ജോലിയിൽ പ്രവേശിച്ച് കൃത്യം 1 മാസം തികഞ്ഞ ദിവസം MD എന്നെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ആ, പറഞ്ഞോ. മിഖായിൽ ഷെമ്രി, 35, ആന്റണി പിക്കിൾസ്, 40. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഇന്ന് തന്നെ അറേഞ്ച് ചെയ്യാം. ഓക്കെ. ആ, ഈ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള പെൺകുട്ടികൾ ആരും തന്നെ 2 ആഴ്ചക്കപ്പുറം നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, കാരണങ്ങൾ പലതാണ്. പക്ഷേ ഗീത സക്സസ്ഫുള്ളായ 1 മാസം തികച്ചിരിക്കുന്നു, ആത്മാർത്ഥമായ കൃത്യനിർവഹണത്തിലൂടെ. ഗീതയുടെ ഈ ഡെഡിക്കേഷൻ എനിക്കിഷ്ടപ്പെട്ടു. ഇതാ, പറഞ്ഞ സാലറിയേക്കാൾ 500 രൂപ കൂടുതലുണ്ട്. വേണ്ട സർ, തൽക്കാലം പറഞ്ഞിരുന്ന സാലറി മതി. ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഗീത എന്താ പണം വാങ്ങാതിരുന്നത്? കൂടുതൽ കിട്ടിയാൽ അത്രയും ആശ്വാസമാകുമായിരുന്നില്ലേ? നേരാ സർ. പക്ഷെ എന്തോ എൻ്റെ മനസ്സതിനെ അനുവദിച്ചില്ല. അർഹതപ്പെടാത്തത് വാങ്ങാൻ ഞാൻ ശീലിച്ചിട്ടില്ല. അയാളുടെ പെരുമാറ്റത്തിൽ കുട്ടിക്ക് സംശയം തോന്നി അല്ലേ? ആദ്യമൊന്നും എനിക്കങ്ങനെ തോന്നിയില്ല. ഒരല്പം എടുത്തുചാട്ടം ഒഴിച്ചാൽ തെറ്റിദ്ധരിക്കാവുന്നതൊന്നും ഞാൻ സുരേഷിൽ കണ്ടില്ല. എങ്കിലും ബോധപൂർവ്വം ഒരകലം പാലിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് ഗായത്രി, ഞാൻ ഇറങ്ങുക. ഇനി വൈകിയ ബസ് കിട്ടില്ല. ആ, എയർലങ്കയുടെ ആ ടിക്കറ്റ് ഈ ഫയലിലുണ്ട്. സാർ വന്നാൽ പറഞ്ഞാൽ മതി. ഹായ്, കയറിക്കോളൂ, ഞാൻ വീട്ടിൽ വിടാം. വേണ്ട സർ, ഞാൻ നടന്നു പൊയ്ക്കോളാം. വീട് കുറെ ദൂരെയാണെന്നല്ലേ പറഞ്ഞത്? അധികം ദൂരമൊന്നുമില്ല, നടക്കാവുന്ന ദൂരേ ഉള്ളൂ. എന്താ, ഞാൻ വീട്ടിൽ വരുന്നത് ഗീതയ്ക്ക് ഇഷ്ടമല്ലേ? അതുകൊണ്ടല്ല സർ. ഓഫീസിൽ വെച്ച് ഗീതയോട് ഒഫീഷ്യലായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റൂ. സ്വകാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്ത് സ്വകാര്യമാണ് സർ എന്നോട് പറയാനുള്ളത്? കയറൂ, നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ചായ കുടിക്കാം. വേണ്ട സർ, അതൊക്കെ ആരെങ്കിലും കണ്ടാൽ മോശാ. വീട്ടിലറിഞ്ഞാൽ അതും പ്രശ്നമാ. ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ ട്രാവൽ ഏജൻസിയിലാണ് ഗീത ജോലി ചെയ്യുന്നത്. അതിൻ്റെ MDയുടെ കൂടിരുന്ന് ഒരു ചായ കുടിക്കുന്ന കണ്ട ആരും ഒന്നും പറയില്ല. കേറ്. വേണ്ട സർ, സാറിന് പറയാനുള്ളത് ഇവിടെ വെച്ച് തന്നെ പറയാലോ. ഗീതയ്ക്ക് ഞാനൊരു പ്രൊമോഷൻ തരാൻ തീരുമാനിച്ചിട്ടുണ്ട്, അസിസ്റ്റന്റ് സെയിൽസ് മാനേജറായിട്ട്.
താങ്ക് യു സർ. എങ്കിൽ വരൂ, നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഇന്ന് വേണ്ട, മറ്റൊരു ദിവസം ആവട്ടെ. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് അല്പം അത്യാവശ്യമുണ്ട്. സാർ പൊയ്ക്കോളൂ. ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും അയാളുടെ ആ പ്രകടനത്തിൽ എവിടെ ഒരു അക്ഷരത്തെറ്റ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നീട് എന്തുണ്ടായി? ഉണ്ടായി, പക്ഷെ അതെൻ്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഹലോ, ഗീതയ്ക്ക, MD. സർ, എനിക്ക് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് ഗീതയ്ക്കൊരു ട്രീറ്റ് തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിരോധമില്ലെങ്കിൽ ലഞ്ച് നമുക്ക് ഒരുമിച്ച് പുറത്തു പോയി കഴിക്കാം. ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സാരമില്ല, എൻ്റെ ഒരാഗ്രഹമല്ലേ. ഞാൻ പ്രതീക്ഷിക്കും, എന്നെ നിരാശപ്പെടുത്തരുത്. ഗീത ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല സർ. ഞാനെന്തിനാ ഇവിടെ വരുന്നത്? ഞാൻ പതിവായി വരുന്ന സ്ഥലമായത്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കസ്റ്റമറാണ് ഇതിൻ്റെ ഓണർ. എനിക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ട് ഇവിടെ. ദാ അങ്ങോട്ട് നോക്കി. എന്താ കാണുന്നത്? നീല കടൽ. വാ, എനിക്ക് ഗീതയോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഗീതയെ കണ്ടത് മുതൽ എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ അറിയാതെ കടന്നു വന്നു. എൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറയാനുള്ളൊരു അവസരം ഒരുക്കാനാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എൻ്റെ ആഗ്രഹങ്ങൾ ഗീത സാധിച്ചു തരുമോ? എന്താണ് സർ? ഇനി എന്നെ സാറെന്ന് വിളിക്കരുത്. ഇന്നലെ എൻ്റെ അമ്മയോട് ഞാൻ ഗീതയെപ്പറ്റി പറഞ്ഞു. എന്തു പറഞ്ഞു? എൻ്റെ ഏജൻസിയിൽ ഇതുവരെ ജോലി ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി നീയാണെന്ന്. എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹവും ഞാൻ അമ്മയോട് പറഞ്ഞു. എനിക്ക് നിന്നെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന്. നീ സമ്മതിക്കുമോ? വിവാഹത്തെ പറ്റിയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എനിക്കതിനുള്ള സമയമായിട്ടില്ല. എൻ്റെ വീട്ടിലെ കഷ്ടപ്പാടുകൾ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ ഞാൻ വിചാരിക്കുന്നത്. ആ കഷ്ടപ്പാടുകളെല്ലാം തീരും. നീ മനസ്സ് വെച്ച എൻ്റെ നല്ല കാലമാണിപ്പോൾ. ബിസിനസ് നന്നായിട്ട് നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ പണവും. എന്താ ഗീത ആലോചിക്കുന്നത്? തിരിച്ചു പോകുമ്പഴി ഞാൻ നിന്റെ വീട്ടിൽ വരാം. വീട്ടുകാരോട് സംസാരിക്കാം. വേണ്ട, എനിക്ക് ഈ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഗീത, ഞാൻ നിന്നെ അറിയാതെ സ്നേഹിച്ചു പോയി. ഇതിനിടയിൽ നീ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. നമുക്ക് പോകണ്ടേ? വീട്ടിൽ താമസിച്ചെത്തിയാ വഴക്കു പറയും. ഓഫീസിൽ അല്പം കൂടുതൽ പണിയുണ്ടെന്ന് പറഞ്ഞാൽ പോരെ? കുറെ നേരം എനിക്ക് നിന്നെ കണ്ടോണ്ടിരിക്കണം, സംസാരിക്കണം. നിന്റെ സ്നേഹം
എനിക്ക് വേണം. തരില്ലേ? ഇതൊരു ഹാബിറ്റ് ഒന്നുമല്ല. നിന്നെ കണ്ടപ്പോ വെറുതെ ഒരു രസത്തിന്. പോകണ്ടേ? മണി 6 കഴിഞ്ഞു. ആ, ഇങ്ങനെ ധൃതി പിടിച്ച എങ്ങനെയാ? എനിക്ക് കുറെ നേരം കൂടി നിന്നെ കണ്ടോണ്ടിരിക്കണം. ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. ഗീതയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വല്ല റൊമാൻസും ഉണ്ടായിരുന്നു? അതൊന്നും ഇല്ലായിരുന്നു. നിന്നെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ഗീത, എന്നെ പോലെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഇരുന്നിട്ട് നിനക്ക് ഒരു വികാരവും തോന്നുന്നില്ലേ? എനിക്കൊന്നും തോന്നുന്നില്ല. പോകാം. ആ, ഇരിക്കു ഗീതേ, ഞാൻ വീട്ടിൽ കൊണ്ട് വിടാം. എനിക്കിപ്പൊ തന്നെ പോണം. ആ, ഗീതേ. നന്നായി മോളെ, നിന്നെക്കുറിച്ച് എനിക്കിപ്പോൾ അഭിമാനാ തോന്നുന്നത്. സാധാരണ പെൺകുട്ടികൾ തളർന്നു പോകുന്ന സന്ദർഭ നീ വിവേകത്തോടെ മറികടന്നത്. പിന്നെ സുരേഷിനെ ഗീത കണ്ടിട്ടേ ഇല്ല? ഇല്ല. ഓഫീസിൽ പോക്ക് അന്ന് ഞാൻ മതിയാക്കി. അയാൾ അന്വേഷിച്ചു വരുമെന്ന് ഭയം ഉണ്ടായിരുന്നു. ഭാഗ്യം അതുണ്ടായില്ല. ജോലി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അമ്മാവൻ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ മാഡം, അമ്മാവനൊരു പാവാ. എന്റെ ഇഷ്ടങ്ങൾക്ക് ഒരിക്കലും എതിരന്നിട്ടില്ല. ഞാൻ മൂലം അദ്ദേഹം കടക്കാരനായല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ബാധ്യതകൾ തീർക്കാനാ ഒരു ജോലി തേടി ഞാൻ വീട് വിട്ടിറങ്ങിയത്. സരോജം, എന്തോ? എന്താ ചേച്ചി? ഡ്രൈ ക്ലീനിങ്ങിന് ഒരു സാരി എടുത്തു വെച്ചിട്ടുണ്ട്. വാസുദേവൻ വരുമ്പോ എടുത്തു കൊടുക്കണം. പിന്നെ 11 സാറിന് മഞ്ഞ ടാബ്ലറ്റ് എടുത്തു കൊടുക്കുന്ന കാര്യം മറക്കരുത്. ഓ മാഡം. മാഡം കടയിലേക്കാ? എന്താ വരുന്നോ? വരണമെന്നുണ്ട്. എൻ്റെ ജോലിയുടെ കാര്യം. അത് നമുക്ക് ആലോചിക്കാം. തൽക്കാലം കുട്ടി സമാധാനമായിട്ടിരിക്കെ. എന്താവശ്യമുണ്ടെങ്കിലും സരോജത്തോട് പറഞ്ഞാൽ മതി.
എന്താ സാർ എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. കസേരയിൽ നിന്ന് എഴുന്നേറ്റപ്പോ കാലൊന്നും ഉടക്കി. എൻ്റെ കണ്ണാടി താഴെ വീണു. അതിൻ്റെ അടിയിലൊന്ന് നോക്കിയേ. ആ ഇത് പൊട്ടിയല്ലോ സാർ. നോക്കട്ടെ. ആ അപ്പം ഇന്നത്തെ കാര്യം കഷ്ടമായി. ഇതില്ലാതെ ഒരു അക്ഷരം വായിക്കാൻ പറ്റില്ല. ആ സാരമില്ല, അങ്ങനെയും വേണമല്ലോ ഒരു ദിവസം. ഗീത ഇരിക്കേ ഇരിക്കേ. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയില്ലാതെ വന്ന മനുഷ്യൻ്റെ ഗതി അധോഗതിയാണ് കുട്ടി. വർഷം എത്രയായെന്നോ ഈ യാതന തുടങ്ങിയിട്ട്? രക്തത്തിൽ ക്യാൻസറാണത്രേ. സാധാരണ ഈ രോഗം വന്നാൽ 5 വർഷം, ഏറിയാൽ 6. അതാ വൈദ്യശാസ്ത്രത്തിൻ്റെ കണക്ക്. എൻ്റെ കാര്യത്തിൽ അവിടെയും തെറ്റി. അനുഭവിപ്പിച്ചേ വിടൂ എന്ന് ആർക്കോ വല്ലാത്ത നിർബന്ധമുള്ളതുപോലെ. അതിങ്ങെടുക്ക്. ഹലോ. ആ താനായിരുന്നോ? എന്താടോ പതിവില്ലാതെ ഈ നേരത്തൊരു വിളി? ആ അത് ശരി. എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. കൊടുക്കണോ? ആ ശരി, ഓക്കേടോ. ഇന്ദിരയാ, തന്നെ ഒന്ന് ഷോപ്പിലേക്ക് പറഞ്ഞയക്കണമെന്ന്. എന്തിനാ സാർ? ആ അതറിയില്ല. ഉച്ചഭക്ഷണം എടുക്കാൻ ഡ്രൈവർ വരുമ്പോൾ കൂട്ടത്തിൽ അയക്കണമെന്നാ കൽപ്പന. ഒരു ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഒരുപക്ഷേ. എവിടെ? നമ്മുടെ ഷോപ്പിലോ? നന്നായി. അത്രയ്ക്ക് വലിയ വിവരക്കിടന്നും ഏതായാലും ഇന്ദിര കാണിക്കില്ല. അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാനൊട്ട് സമ്മതിക്കുകയില്ല. ആ അപ്പം ഇന്ദിര പറഞ്ഞ നേരാണല്ലേ, താനൊരു തൊട്ടാവാടിയാണെന്ന്. ഡോ, അത്യാവശ്യം പഠിപ്പൊക്കെ ഉള്ള തന്നെ ഒരു സാധാരണ ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേളാക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നാ പറഞ്ഞത്. മനസ്സിലായോ? കുറച്ചുകൂടെ നല്ലൊരു ജോലി നമുക്ക് കണ്ടുപിടിക്കാവുന്നേ. എന്താ, സമാധാനമായോ? ആ വേഗം പോയി റെഡിയാവാൻ നോക്ക്. വണ്ടി ഇപ്പോൾ വരും. ഇതേ ഇന്ദിരയുടെ കൈ കൊടുക്കണം. ഗ്ലാസ് ഒന്ന് മാറ്റിയിട്ടുകൊണ്ട് വരാൻ പറയണം. പിന്നെ ഇവിടെ നടന്നു വന്ന് ഇന്ദിരയോട് പറയാൻ നിൽക്കണ്ട. സങ്കടപ്പെടാൻ ഒരു കാരണം അന്വേഷിച്ച് നടക്കുക അവള്. ഗ്ലാസ് കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആ ഇതെന്ത് വിലയുള്ളതാ? 1250. അയ്യോ, ഇത് വേണ്ട. കുട്ടി, നീ വിലയൊന്നും നോക്കണ്ട. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ എടുത്തു. ദേ, ഇത് 2 പീസാ. നിനക്ക് നന്നായി ചേരും. അത് വേണ്ട മാഡം, തിളക്കമുള്ളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഞാൻ പോയേക്കാം. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ തന്നെ എടുത്തു. ഞാൻ പലപ്പോഴും നിന്നോട് പറയാറില്ലേ, രോഗചികിത്സ ശരീരത്തെക്കാൾ ഉപരി മനസ്സിനാ വേണ്ടതെന്ന്. ഇതേ കണ്ടില്ലേ, എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. ആ കുട്ടി വന്ന് കയറിയത് ഒരുപാട് ശുഭസൂചനകളുമായിട്ടാണ്. അവളെ ഇനി നമുക്ക് എങ്ങും വിടണ്ട. അതിന് അവളോട് സമ്മതിക്കണ്ടേ മുരളി? അവള് സമ്മതിക്കും, ഞാൻ സമ്മതിപ്പിക്കും. നീ നോക്കിക്കോ. എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എന്റെ തീരുമാനത്തിന് ഇന്ദിര അഭിപ്രായം പറഞ്ഞില്ല. ഇഷ്ടം. ആ അവൾ എവിടെ? പുസ്തകങ്ങളൊക്കെ അലങ്കോലമായിട്ട് കിടക്കായിരുന്നില്ലേ, അത് അടുക്കി വയ്ക്കുക. ആ അക്ഷരങ്ങളോട് കൂറുള്ള പെണ്ണ.
മഴ പെയ്ത് തോരുമ്പോൾ. മരുഭൂവിനാത്മാവിൽ പെയ്തിറങ്ങുന്നൊരു മഴയുടെ സംഗീതം പോലെ. ഇന്ദിരേ, മരുഭൂവിനാത്മാവിൽ പെയ്തിറങ്ങുന്നൊരു മഴയുടെ സംഗീതം പോലെ. മരുഭൂവിനാത്മാവിൽ പെയ്തിറങ്ങുന്നൊരു മഴയുടെ സംഗീതം പോലെ. എന്താ നിർത്തിക്കളഞ്ഞത്? നന്നായിട്ടുണ്ട്, കേൾക്കട്ടെ. ഞാൻ ഒന്നും പറയണ്ട. വെറുതെ കുത്തിക്കുറിച്ച് കളയുന്ന അക്ഷരങ്ങൾക്ക് ഇങ്ങനെ ഒരു ആത്മാവുണ്ടെന്ന് ജീവിതത്തിൽ ആദ്യമായി അറിയുന്നത് മോള് പാടിക്കേട്ടപ്പോഴാ. പാട്, പാട്. മരുഭൂവിനാത്മാവിൽ പെയ്തിറങ്ങുന്നൊരു മഴയുടെ സംഗീതം പോലെ. മരുഭൂവിനാത്മാവിൽ പെയ്തിറങ്ങുന്നൊരു മഴയുടെ സംഗീതം പോലെ. മനതാരിലാരോ വരച്ചിട്ട കുഞ്ഞിളം കാലൊച്ചയായി നീ വരുമ്പോൾ അറിയാതെ ഇടനെഞ്ചിൽ നിന്നൊരു തുടികൊട്ടും പാട്ടും ഞാൻ കേട്ടു. മരുഭൂവിനാത്മാവിൽ പെയ്തിറങ്ങുന്നൊരു മഴയുടെ സംഗീതം പോലെ. അകലയാ ആകാശവീഥിയിലന്നൊരു ചെറുമണി നക്ഷത്രം പോത്തു. തരിവളത്താളം കിലുക്കിക്കിനാവുകൾ കിളിമൊഴിക്കൊഞ്ചലായി വന്നു. നിന്റെ കപോല വസന്ത തടങ്ങളിൽ നീലമറുകിന്റെ ജാലം. മരുഭൂവിനാത്മാവിൽ പെയ്തിറങ്ങുന്നൊരു മഴയുടെ സംഗീതം പോലെ. എത്രയോ കാലം കൊതിച്ചു ഞാൻ കാത്തിരുന്നു മനെ നിൻമുഖം കാണാൻ. എത്രയോ നോമ്പുകൾ നോറ്റിരുന്നു പണ്ട് നിന്നെ തലോടിയുറക്കാൻ. നീ എന്റെ ജീവന്റെ ആദ്യാക്ഷരങ്ങളിൽ മധുവായി
ബ്യൂട്ടിഫുൾ. ആരാ? ഇത് കൊള്ളാം. എന്നോട് ഇങ്ങനെ ചോദിക്കാൻ താനാരാ? ക്ഷമിക്കണം, മനസ്സിലാവാത്തോണ്ടാ. എന്നാ എനിക്ക് മനസ്സിലായി. പേര് ഗീത, വയസ്സ് 22, തൊഴിൽ അന്വേഷിച്ച് വീട് വിട്ടിറങ്ങി, ഒരു രാത്രി കടയിൽ വന്ന് കയറി, ഇപ്പൊ ഈ വീട്ടിലെ എല്ലാം. ഐ എം റൈറ്റ്? ഇനി വല്ലതും അറിയണോ? മതിയടാ വരട്ടിയത്. ഞാൻ ഈ കുട്ടിക്ക് കുറച്ച് ആദ്യത്തെ മര്യാദകൾ പറഞ്ഞു കൊടുക്കായിരുന്നു. ഇങ്ങനെയാണോ വീട്ടിൽ വരുന്നവരോട് പെരുമാറുന്നത്? ഇവൾ എന്ത് ചെയ്തെന്നാ? ആരാ എന്താന്നൊക്കെ കണ്ണുമിഴിപ്പിച്ചൊരു ചോദ്യം. അയ്യോ, ഞാൻ മോൾ ഇതൊന്നും കാര്യാക്കണ്ട. ഇവന്റെ സ്വഭാവം ഇങ്ങനെയാ. വെറുതെ ഓരോന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ, പരിചയപ്പെടുത്താൻ മറന്നു. വിഷ്ണു, എന്റെ ബ്രദറിന്റെ മോനാ. മെഡിസിൻ ഫൈനൽ ഇയർ പഠിക്കുന്നു. പേടിച്ചു പോയല്ലേ? ചുമ്മാ ഒന്ന് വരട്ടിയതല്ലേ? സോറി. അങ്കിൾ എവിടെ ആൻറ്റി? അകത്തുണ്ട്, നീ വാ. ആ? ആ, ഇതാരേ? കൊച്ചു ഡോക്ടറോ? വാ വാ. ഞാൻ കരുതി താൻ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുമെന്ന്. ഈ ക്ലീഷ അല്ലാതെ പുതിയ ഒരു വെൽക്കം വേർഡ് അങ്കിൾ ഇതുവരെയും കണ്ടുപിടിച്ചില്ലേ? ശീലങ്ങളൊക്കെ അങ്ങനെ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുമോടോ? താൻ ഇരിക്കേ. പിന്നെ പറയേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ബാബുവും കമലയൊക്കെ സുഖമായിരിക്കുന്നോ? അവർക്ക് എന്താണ് അങ്കിൾ സൂക്കറവ്? വയസ്സാം കാലത്ത് ഭർത്താവ് ഭാര്യയും കൂടെ അടിച്ചു പൊളിക്കില്ലേ? ഈ ചെക്കൻ്റെ ഒരു നാവ്. അതിരിക്കട്ടെ അങ്ങളെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ പുതിയ അതിഥി? നല്ല കുട്ടിയാ വിഷ്ണു. ഷീസ് എ ബ്രില്യൻ്റ് ആൻഡ് സിൻസിയർ ഗേൾ. പണ്ട് നിൻ്റെ ഈ അങ്കിളും ആൻറ്റിയും ഞങ്ങൾക്കുണ്ടാകാതെ പോയൊരു മകളെ സ്വപ്നം കണ്ടിരുന്നു. ഞാൻ അവൾക്ക് പേര് പോലും ഇട്ടിരുന്നു, പ്രിയ. അവൾ തന്നെയാണ് ഇവളെന്ന് ഞങ്ങളങ്ങ് സങ്കല്പിച്ചിരിക്കുക. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അങ്കിൾ. ഈ വീട്ടിലിപ്പോൾ സന്തോഷത്തിൻ്റെ ദിനങ്ങളാടോ. ഐ എം ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഇത് കാലത്തേതോ 11-ൻ്റേതോ? 11-നുള്ളതാ. വാട്ട് ഇസ് ടൈം നൗ, പ്രിയ? പ്രിയയോ? ഗീത. ചോദിച്ചതിന് മറുപടി പറയൂ. വാട്ട് ഇസ് ടൈം നൗ? ഇറ്റ്സ് 10:40. അതായത് തീരുമാനിക്കപ്പെട്ടതിന് 20 മിനിറ്റിന് മുമ്പേ ഞാനിത് അകത്താക്കണമെന്ന്, അല്ലേ? ഇത്തിരി നേരത്തെ കഴിച്ചൊന്നും കരുതി അപകടമൊന്നും ഉണ്ടാവില്ലല്ലോ. മുട്ടാപ്പോക്ക് പറയാതെ കഴിക്കുങ്ങളെ. ആ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തളർച്ച പോലാണോ? കേട്ടില്ലേ, കൊച്ചുകുട്ടിയെന്നാ വിചാരം. മരുന്ന് കഴിക്കായിരുന്നു എങ്ങനെ അസുഖം മാറുന്നത്? ആ, എനിക്കിപ്പം ഞാനൊരു രോഗിയാണെന്ന് തോന്നലില്ല. എന്നാലും അങ്കിളങ്ങ് കഴിച്ചോ? ആ, ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. അങ്കിളിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ജോറ് കാര്യം. എന്താടോ? നാളെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു സൂപ്പർ ഔട്ടിംഗ്. എങ്ങോട്ട്? സ്ഥലവും സമയമൊക്കെ ഞാൻ രാത്രി വിളിച്ച് പറയാം. ഓക്കെ? ഓക്കെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ആ, ആഹാ, ഇവിടെ ഒന്ന് നിൽക്കായിരുന്നോ? ദാ കുടിക്കാൻ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. ചേച്ചി. എന്താ കുഞ്ഞേ? അതെ, ആരായി പ്രിയ? പ്രിയയോ? ഏത് പ്രിയ? അല്ല, ഇവിടുത്തെ ബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും പ്രിയയെ ചേച്ചിക്കറിയോ? ഇല്ലല്ലോ, അങ്ങനെ ആരും ഉള്ളതായി എനിക്കറിയില്ല. എന്താ കുഞ്ഞേ? ഏയ്, ഒന്നുമില്ല. ചേച്ചി പൊയ്ക്കോ.
ഒരുപാട് ആലോചിച്ച് നമ്മളെടുത്ത തീരുമാനങ്ങളൊക്കെ എങ്ങും എത്താതെ പോയില്ലേ ഇന്ദിരേ. ഇക്കാര്യത്തിലെങ്കിലും ഒരല്പം ആവേശം കാണിക്കുന്നത് നന്നെന്നാ എൻ്റെ പക്ഷം. എതിരൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, പക്ഷേ നിന്റെ മുഖത്ത് നിന്ന് ഞാൻ വായിച്ചറിയുന്നത് മറ്റു ചിലതാ. കാലം കുറേ ആയില്ലേ നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ഈ കണ്ണൊന്ന് പിടച്ചാൽ, മനസ്സൊന്ന് ഇടറിയാൽ ആ നിമിഷം എനിക്കറിയാം. പറയേ, എന്താ നിന്റെ ഉള്ളിൽ? ഒന്നുമില്ല, വെറുതെ ഓരോ പേടികൾ. മോഹിക്കും ദൂരത്ത് കാണിച്ച് ഒക്കെ തിരിച്ചെടുത്ത അനുഭവം നമ്മുടേത്. ഒരിക്കൽ കൂടി ഒരു പരീക്ഷണത്തിന്. വേണ്ട, അങ്ങനെയൊന്നും നീ ഇപ്പം ചിന്തിക്കണ്ട. ഒക്കെ നല്ലതിനു വേണ്ടിയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഗീതേ, എനിക്കും ജീവനാ. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ജീവിതത്തിൽ അവളുടെ സ്ഥാനം കനപ്പെട്ടു വരിക. അധികം മോഹിക്കാതിരുന്ന അത്രയും കുറച്ച് ദുഃഖിച്ചാൽ മതിയല്ലോ. അതുകൊണ്ടാ ഞാൻ. അവക്ക് ഒരമ്മാവനും അമ്മായും ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അവരന്വേഷിച്ചു വന്ന. അവരോട് സംസാരിക്കും, ചോദിക്കുന്നത് എന്തും അവർക്ക് കൊടുക്കും. നമ്മുടെ പ്രിയയെ നമുക്ക് സ്വന്തമാക്കണ്ടേ ഇന്നലെ? ഇന്നലെ നീ ശ്രദ്ധിച്ചോ? വിഷ്ണുവും അവളും കൂടി നിൽക്കുന്നത് കാണാൻ നല്ല ചന്തമാണ്. ഹ, വിഷ്ണു, എന്തേ കാണിക്കുന്നേ? തണുപ്പുള്ള ഒന്നും കൊടുക്കരുതെന്ന് അറിഞ്ഞൂടെ? ഒന്നുമില്ലെങ്കിലും നീ ഒരു ഡോക്ടറല്ലേ? വല്ലപ്പോഴും ഒന്ന് കഴിച്ചെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല ആൻറ്റി. അങ്ങനെ പറഞ്ഞു കൊടുക്കണോ? ഇയാളുടെ ഒരു പേടി. അപൂർവമായി നാവിന് കിട്ടുന്ന ഈ സൗഭാഗ്യത്തിന്റെ പേരിൽ ഇനി മരിക്കേണ്ടി വന്നാൽ എനിക്ക് വിരോധമില്ല. ഞാൻ എന്താ വരും? ഹലോ, എന്താ ഇങ്ങനെ മാറി കളഞ്ഞത്? കഴിക്കേ. ആദ്യം കണ്ടപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, പലപ്പോഴും താൻ ഈ ലോകത്തൊന്നുമല്ല. അല്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഏയ്, ഒന്നുമില്ല. ആൻറ്റിയോടും അങ്കിളിനോടും ഗീത പറഞ്ഞ കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. കേട്ടപ്പോൾ അതിൽ അത്രയ്ക്ക് വിഷമിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയില്ല. ഈ സമൂഹത്തിൽ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പെണ്ണിനും ഉണ്ടാകാവുന്ന അനുഭവങ്ങൾ. അല്ല, അറിയാവുന്ന കഥകൾക്കപ്പുറം മറ്റെന്തെങ്കിലും? ഗീതയെക്കുറിച്ച് അങ്കിളും ആൻറ്റിയും കടന്നുകയറി സ്വപ്നങ്ങൾ കാണുന്നു എന്ന് തോന്നിയോണ്ട് ചോദിച്ചതാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ഗീത? ആരാ പ്രിയ? അങ്കിളിനും ആൻറ്റിക്കും പിറക്കാതെ പോയ കുട്ടിയുടെ പേരാ. മാഡം പറഞ്ഞു സാറെന്നെ വിളിച്ചൂന്ന്. വിളിച്ചു. ആ ഡ്രായം തുറക്ക്, ആ. അതിലൊരു കവറുണ്ട്, അതിങ്ങെടുക്ക്. ദാ. അത് നിനക്കുള്ളതാ. എന്താ സാർ ഇത്?
50,000 രൂപയുണ്ട്. എന്തിനാ ഇത്? ആ പറയാം. നാളെ കാലത്ത് നീ നിന്റെ വീട് വരെ പോകുന്നു. ഇന്ദിരയും കൂടെ വരും. ഈ പണം അമ്മാവന് കൊടുത്തിട്ട് വീടിന്റെ ബാധ്യത ഒഴിവാക്കാൻ പറയണം. പണം എവിടുന്നാണെന്ന് ചോദിച്ചാ എന്തു പറയും? ഇന്ദിര ഇല്ലേ കൂടെ? നീ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ കടയിലാണെന്നും കടം തീർക്കാൻ തന്നതാണെന്നും അവള് പറഞ്ഞോളും. ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇതൊക്കെ ചെയ്താ പോരെ? ഇക്കാര്യത്തിൽ അത് വേണമെന്ന് തോന്നുന്നില്ല. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ പറയുന്നത് മോള് കേൾക്കണം. മരണം കാത്ത് കഴിയുന്ന ഒരു മനുഷ്യന്റെ അത്യാഗ്രഹമാണെന്ന് കരുതിയാൽ മതി. നേരെ പറഞ്ഞാൽ ഇതൊരു കൈക്കൂലിയാ. മോളെ ഞങ്ങൾക്ക് മാത്രമായി വിട്ടുകിട്ടാനുള്ള കൈക്കൂലി. നിന്റെ പേരിൽ അവകാശവും പറഞ്ഞുകൊണ്ട് നാളെ ഒരു കാലത്ത് ആരും ഈ പടി കടന്ന് വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എത്രയോ കാലം കാത്തിരുന്നിട്ടാ നിന്നെപ്പോലൊരു മകളെ ഞങ്ങൾക്ക് കിട്ടിയതെന്നറിയാമോ? അവിശ്വാസിയായിരുന്ന ഞാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് തരുന്ന ഈ സ്നേഹം തിരിച്ചു തരാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കഴിയും. ഞാനൊരു കാര്യം ചോദിച്ചാ മോളത് സാധിച്ചു തരുമോ? എന്താ സർ? എന്നെ അച്ഛാന്നൊന്ന് വിളിക്കൂ. കേൾക്കാനുള്ള കൊതി കൊണ്ടാ. വിളിക്കും മോളെ, വിളിക്കേ. അച്ഛാ. ഇന്ദിരേ, നീ കേട്ടോ? നമ്മുടെ മോൾ എന്നെ അച്ഛാന്ന് വിളിച്ചു. ഗീതക്കുഞ്ഞേ, ഗീതക്കുഞ്ഞേ, മാപ്പ് പറയേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ ഏത് നദിയിലാണ് ഒഴുക്കി കളയേണ്ടതെന്ന് നിശ്ചയമില്ല. എനിക്ക് പോകാതെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, നിങ്ങളോട് പറയാതെ. ജീവിതത്തിൽ ആദ്യമായി യഥാർത്ഥ സ്നേഹം എന്തെന്നറിയുന്നത് നിങ്ങളോട് കൂടി ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഇത്രയും എന്നെ സ്നേഹിച്ച 2 ആത്മാക്കളോട് ഞാൻ ചെയ്യുന്നത് വഞ്ചനയും കൊടും ക്രൂരതയാണെന്നറിയാം. എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടെയാ ഞാൻ ഈ വീട് വിട്ടിറങ്ങുന്നത്. ക്ഷമിക്കില്ലേ? എല്ലാ യാഥാർത്ഥ്യങ്ങളും ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല. പറഞ്ഞ പല കാര്യങ്ങളും കള്ളവുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ജീവിതത്തിൻ്റെ എല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയത്. ദൈവമാണ് എന്നെ ഈ വീട്ടിലെത്തിച്ചത്. കളങ്കമില്ലാത്ത സ്നേഹം നിങ്ങളെനിക്ക് തന്നപ്പോൾ എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരുന്നു. അതെന്തുകൊണ്ടെന്ന് പലപ്പോഴും നിങ്ങളോട് പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. എനിക്കൊരു വലിയ കടമ നിർവഹിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇവിടം വിടാൻ തീരുമാനിക്കുന്നത്. മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഇന്നലെ എന്നെ ഏൽപ്പിച്ച പണം ഞാൻ കൊണ്ടുപോകുന്നത്. കള്ളി എന്ന് വിളിച്ച് എന്നെ ശപിക്കരുത്. എന്തെങ്കിലും ഞാൻ തിരിച്ചു വരും, കൊണ്ടുപോയ പണം തിരിച്ചു നൽകാൻ. അതെന്നായിരിക്കുമെന്ന് എനിക്കിപ്പോൾ അറിയില്ല. പിന്നെ
ഒരിക്കലും എനിക്ക് നിങ്ങളുടെ പ്രിയയാകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വന്നാൽ എല്ലാ സത്യങ്ങളും പറയാം. ഒരിക്കൽ കൂടി മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഗീത. അമ്മേ, മോളെ, എന്റെ പൊന്നു മോളെ, നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? നീ എവിടെയായിരുന്നു? ഒക്കെ ഞാൻ പറയും. അമ്മ കരയാതെ. നിന്നെ ഞങ്ങൾ എവിടെയെല്ലാം തിരക്കി. കൂട്ടുകാരെ കാണാൻ പോവാണെന്ന് പറഞ്ഞല്ലേ നീ ഇവിടുന്ന് പോയത്? അവിടെ ചെന്നപ്പോ നീ അവിടെ ചെന്നിട്ടില്ലെന്നാണല്ലോ നന്ദിനി പറഞ്ഞത്. അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോയി നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ്. എനിക്കൊരു ജോലി കിട്ടി അമ്മേ. ഭഗവാനെ, അപ്പോ നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്ത് ജോലിയാ? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഒരു മാറ്റവും ഇല്ല. അതേ കിടപ്പ. ഞാൻ കണ്ടു. ഉറങ്ങ. എന്നാലും ഗീത, നിനക്കൊരു എഴുത്തെങ്കിലും അയക്കാൻ പാടില്ലായിരുന്നോ? നീ എന്തിനാ ഞങ്ങളെ ഇത്രയും തീതിരിച്ചത്? ചോദിച്ച എന്നെ വിടില്ലെന്നറിയാം. അതുകൊണ്ടാ ഞാൻ ചോദിക്കാതെ പോയത്. നിന്നെ കണ്ട കൊന്നുകളയെന്ന് പറഞ്ഞ അച്ഛനിരിക്കുന്ന. ദേ, ഗീത വന്നിരിക്കുന്നു. നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം?
അവക്കൊരു ജോലി കിട്ടിയെന്ന്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ പോവാച്ച. ദാ അച്ഛന്റെ ഓപ്പറേഷനുള്ള പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 50,000 രൂപയുണ്ട്. ഇത്രയും പണം നിനക്ക് എവിടുന്നാ? അത് ഇത്രയും ദിവസം കൊണ്ട് 50,000 രൂപ കിട്ടാൻ എന്ത് ജോലിയാ നീ ചെയ്തത്? ചോദിച്ചത് കേട്ടില്ലേ? അച്ഛാ, ഞാൻ വേണ്ട, ഇവിടെ ഈ പൈസ വേണ്ട. പൊയ്ക്കോ ഇവിടുന്ന്. എനിക്ക് നിന്നെ കാണണ്ട. ഈ പണം കൊണ്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കണ്ട. അച്ഛാ, പോകാൻ. ഇതെടുത്ത് അവളുടെ കൊട. നിന്റെ കാശ് ഇവിടെ ആർക്കും ആവശ്യമില്ല. അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നീ പറയുന്ന ഒന്നും എനിക്ക് കേക്കണ്ട. ഇത്രയും ദിവസം ഞങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നോടി. എല്ലാരും പറഞ്ഞു ചത്തിട്ടുണ്ടാവുമെന്ന്. പെറ്റതലയുടെ മനസ്സല്ലേ, അടങ്ങിയിരിക്കാൻ പറ്റുമോ? നേരാത്ത വഴിപാടുകളില്ല, നടത്താത്ത പൂജകളില്ല. എല്ലാം വെറുതെ ആയല്ലോ എന്റെ ഭഗവാനെ. ഇതിലും ഭേദം നീ അങ്ങ് ചത്തു തൊലയുന്നതായിരുന്നേ. അമ്മ, എന്തറിഞ്ഞിട്ട് അമ്മ ഈ പറയുന്നത്? നിങ്ങൾ പറയും പോലെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടല്ലേ ഈ കാശുണ്ടാക്കിയത്. എനിക്ക് അങ്ങനെ ആവാൻ കഴിയുമെന്ന് എന്റെ അച്ഛനും അമ്മയും വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ എവിടെ നാടി നിനക്കത് കിട്ടിയത്? ദൈവത്തെ പോലൊരു മനുഷ്യൻ തന്നതായത്. എന്റെ അച്ഛനെ പോലെ എന്നെ സ്നേഹിക്കുന്നവരാ. ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ? നാളെ രാവിലെ 10 മണിക്ക് ഓപ്പറേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞാ എണീറ്റ് നടക്കാന്നും പറഞ്ഞു. ഇക്കൈ കൊണ്ട് എനിക്കിനി സ്റ്റിയറിംഗ് പിടിക്കാൻ പറ്റുമോ മോളെ? പറ്റുവച്ചാ. ഈശ്വരൻ നമ്മളെ കൈവിട്ടിട്ടില്ല. എന്റെ മോളെ ദൈവം കൊണ്ട് എത്തിച്ചതാ വീട്ടിൽ.
ഗീതേ, ഗീതേ, ഗീത, ആ പേഷ്യന്റ് തന്നെ ആരാ? എന്റെ അച്ഛനാ. ഒരു ആക്സിഡന്റിൽ കൈയും കാലും ഒടിഞ്ഞ് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുവന്നത്. കേസ് ഷീറ്റ് ഞാൻ വായിച്ചോളാം. എനിക്കറിയേണ്ടത് എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകമൊക്കെ? ചോദിച്ചത് കേട്ടില്ലേ? എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? അച്ഛന് വേണ്ടി. മറ്റു ഗതിയില്ലാത്തോണ്ട്. എങ്കിലത് തുറന്ന് പറയാമായിരുന്നില്ലേ? തെറ്റിദ്ധരിക്കുമെന്ന് ഭയന്ന്. ഇത്രയും വലിയൊരു ക്രൂര വിനോദം അല്ലേ? ദേവിയത് ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. ഓർക്കാനാവാത്ത തെറ്റാ ഞാൻ ചെയ്തെന്ന് എനിക്കറിയാം. അവിടുന്ന് വാങ്ങിയ പണം കഴിവതും വേഗം എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു കൊടുത്തോളാം. പണം? ആർക്ക് വേണം നിന്റെ പണം? അതിലും വലിയ ചതിയല്ലേ നീ അവരോട് ചെയ്തത്? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന രണ്ട് മനസ്സുകൾ, അതും കുത്തിപ്പറിച്ചോണ്ടല്ലേ നീ പോകുന്നത്? ഒരു നിമിഷമെങ്കിലും നീ അവരെ കുറിച്ച് ഓർത്തോ? എനിക്ക് പറയാനുള്ള. വേണ്ട, അറിയാതൊരു തെറ്റ് ചെയ്യേണ്ടി വന്നവരെ മനസ്സിലാക്കാം. ഇതങ്ങനല്ലോ. കരുതിക്കുട്ടി ബോധപൂർവം അല്ല, ഒരിക്കലും അല്ല. എന്റെ വീട്ടിലെ യാഥാർത്ഥ്യങ്ങൾ അവരോട് മറച്ചു വെച്ചു എന്നുള്ളത് നേരാ. ഒരു ജോലി കിട്ടിയ വീട്ടിലെ കാര്യങ്ങൾ ശരിയാകൂ എന്ന അപ്പൊ ഞാൻ ചിന്തിച്ചത്. സ്വയം ന്യായീകരിക്കല്ല. കൊതി തീരെ കോരി നിറച്ചു തന്ന സ്നേഹത്തെ നിഷേധിക്കുകയല്ല. ഒക്കെ തുറന്നു പറഞ്ഞ് മാപ്പിരക്കണമെന്ന് 100 തവണ വിചാരിച്ചത്. ധൈര്യം ഉണ്ടായില്ല. ആ വീടിന്റെ സന്തോഷം തല്ലിക്കെടുത്ത് മനസ്സനുവദിച്ചില്ല. വിഷ്ണു എങ്കിലും എന്നെ മനസ്സിലാക്കണം. തളർന്ന ശരീരവും തകർന്ന മനസ്സുമായി ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരു അച്ഛനെയും കണ്ടിട്ട ഞാൻ വീട് വിട്ടിറങ്ങിയത്. ചെന്ന് കയറിയത് മകളെ കാത്തിരിക്കുന്ന മറ്റൊരച്ഛൻ്റെ അടുത്തേക്ക്. ഞാൻ എന്താ വിഷ്ണു ചെയ്യേണ്ടത്? കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിച്ചൂടെ? നമുക്കതിന് കഴിയുമെന്ന എന്റെ വിശ്വാസം. കഴിഞ്ഞ 10-20 വർഷം സ്വപ്നങ്ങൾ മാത്രം കണ്ട് ശീലിച്ചവരല്ലേ നമ്മള്? ഒരിക്കലും കുട്ടികളുണ്ടാവില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആദ്യ രാത്രിയിൽ മുരളി എന്റെ മനസ്സിൽ കോറിയിട്ട ചിത്രം മുടങ്ങാതെ ആവർത്തിക്കുമായിരുന്നില്ലേ? മരണം വരെ സ്വപ്നത്തെ സ്വപ്നമായി കണ്ട് അതിനെ താലോലിച്ച് നമുക്ക് ജീവിച്ചൂടെ? ഇടത് കണ്ണിന് താഴെ ഒരു നീല മറുക്, നീണ്ടു വിടർന്ന കണ്ണുകൾ, പുറത്തു വരാത്ത നനുത്ത ചിരി.
എന്താ വിഷ്ണു, വല്ല വിവരവും കിട്ടിയോ? ഉം. നീ അവളെ കണ്ടോ മോനെ? വാ, എല്ലാം പറയാം. കുട്ടിയുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. ഡോക്ടർ ഒന്ന് കാണാൻ. നോ, ബോധം തെളിയാൻ 2 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റും. അപ്പൊ കാണാലോ. ഓക്കെ. താങ്ക് യു ഡോക്ടർ. ഈ ബില്ല് രാവിലെ പേ ചെയ്തല്ലോ. ആര് പേ ചെയ്തോ? അതെനിക്ക് ഓർമ്മയില്ല. റെസിപ്റ്റ് ഇവിടെ ഉണ്ട്, തന്നേക്കാം. ഞാനാ അടച്ചത്. പക്ഷെ പണം എൻ്റെ അല്ല, മുരളിയങ്ങൾ തന്നാ. വാ. എന്നോടല്ല, സ്വപ്നലോകത്ത് മാത്രം ജീവിച്ച ഒരു മനുഷ്യനുണ്ട് ഇവിടെ. അദ്ദേഹത്തോടാ നീ മാപ്പ് പറയേണ്ടത്. എന്തിനാണെന്നോ, ഒറ്റ രാത്രി കൊണ്ട് എല്ലാം തകർത്തെറിഞ്ഞു പോയതിന്. വാ, കാത്തിരിക്കുക പാവം. മുരളി, അച്ഛൻ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. എന്താ ഇത്? എനിക്ക് തന്ന പണം. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. എന്താ ഇത്? കരയുക? എന്നോട് പൊറുക്കണം. അതിന് മാപ്പ് പറയാൻ തക്ക തെറ്റൊന്നും എൻ്റെ മോള് ചെയ്തില്ലല്ലോ. സ്വന്തം അച്ഛന് വേണ്ടിയായിരുന്നു. അക്കാര്യം ആദ്യമേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? എനിക്കപ്പോ അങ്ങനെ പറയാനാ തോന്നിയത്. ക്ഷമിക്കണം. എല്ലാം ക്ഷമിച്ചിരിക്കുന്നു കുട്ടി. പക്ഷേ
കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നീ ഇപ്പോൾ വന്നിരിക്കുന്നത് ഗീതയായിട്ടാണോ അതോ ഞങ്ങളുടെ പ്രിയയായിട്ടാണോ? നിങ്ങളുടെ പ്രിയയായിട്ട്. നിന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുമോ? സമ്മതിക്കും. എങ്കിൽ നന്ന്. നിനക്കിനി 2 വീടുകളുണ്ട്, നിന്റെ വീടും ഈ വീടും.